ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ടിമ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടിമ്പറിൻ്റെ പ്രിസർവേഷൻ, സീസണിങ്, ഡിഫെക്ട്സ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോംസ് മുതലായ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന വുഡിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡിംഗ് ടിമ്പർ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു മരത്തിൽ നിന്ന് നമുക്ക് ടിമ്പർ ഒബ്റ്റെയിൻ ചെയ്യുമ്പോഴാണ്. എന്നാൽ മരം വെട്ടിയതിന് ശേഷം അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ആ സ്റ്റെമ്മിനെ ആവശ്യമായ ലെങ്തിലേക്ക് കട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് റഫ് ടിമ്പർ എന്ന് വിളിക്കുന്നത്. കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറയുന്നത് ഈ റഫ് ടിമ്പറിനെ നമുക്ക് കമേഴ്ഷ്യൽ സൈസസിലേക്ക്, അതായത് പ്ലാങ്ക്സും ബാറ്റൻസും പോസ്റ്റ് മുതലായ കമേഴ്ഷ്യൽ സൈസസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെ കൺവേർട്ടഡ് ടിമ്പർ എന്ന് വിളിക്കുന്നത്. ട്രീസിനെ നമുക്ക് എക്സോജീനസ് ട്രീസും എൻഡോജീനസ് ട്രീസുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സോജീനസ് ട്രീസിനെ തന്നെ വീണ്ടും കോണിഫേഴ്സും ഡെസിഡ്യൂസ് ട്രീസുമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എക്സോജീനസ് ട്രീസ് എന്ന് പറയുന്നത് പുറത്തോട്ട് വളരുന്ന ട്രീസാണ്, അതായത് ഇവയുടെ ബൾക്ക് ഇൻക്രീസ് ചെയ്യുന്ന പുറത്തോട്ട് വളർന്നിട്ടാണ്. ഇവയ്ക്ക് വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള റിങ്സ് ഫോം ചെയ്യുന്നു. എക്സോജീനസ് ട്രീസിൻ്റെ ടൈപ്സ് ആയിരുന്നു കോണിഫേഴ്സും ഡെസിഡ്യൂസും. കോണിഫേഴ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡ് ട്രീസ് ആണ്. ഇവ യൂഷ്വലി ലൈറ്റ് കളേർഡും ലൈറ്റ് ഇൻ വെയ്റ്റും ആയിരിക്കും. എക്സാമ്പിൾസ് ആണ് ചിർ, ഡിയോഡർ, ഫിർ, കെയിൽ, പൈൻ ആൻഡ് സ്പ്രൂസ്. ഡെസിഡ്യൂസ് ട്രീസ് എന്ന് പറയുന്നത് ഹാർഡ് വുഡ് ട്രീസ് ആണ്. ഇവയുടെ ഗ്രെയിൻസ് വളരെ ക്ലോസ് ഗ്രെയിൻഡും സ്ട്രോങ്ങും ഹെവിയും ഡാർക്ക് കളേർഡും ഡ്യൂറബിളും ആയിരിക്കും. എക്സാമ്പിളാണ് ടീക്ക്, സാല്, ഓക്ക്, മഹാഗണി. അകത്തോട്ട് വളരുന്ന തടിയുള്ള ട്രീസിനെയാണ് എൻഡോജീനസ് ട്രീസ് എന്ന് വിളിക്കുന്നത്. ഇവ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിന് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ, കാരണം ഇവ വളരെ സ്ലെൻഡറും, അതായത് വളരെ തിന്നും ഫ്ലെക്സിബിളുമാണ്. എക്സാമ്പിളാണ് ബാംബു, പാംസ് എക്സെട്ര. ഈ സ്കെച്ച് ശ്രദ്ധിച്ചാൽ ഒരു ട്രീയുടെ ക്രോസ് സെക്ഷൻ നമുക്ക് കാണാം. ഇതിലെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും നടുക്ക് വരുന്ന, അതായത് ട്രീയുടെ ഹാർട്ടിൽ വരുന്ന പാർട്ടിനെയാണ് നമ്മൾ പിത്ത് എന്ന് വിളിക്കുന്നത്. പിത്തിന് ചുറ്റുമുള്ള തടിയെ നമ്മൾ ഹാർട്ട് വുഡ് എന്ന് വിളിക്കുന്നു. ഹാർട്ട് വുഡിന് പുറമെയുള്ള തടിയെ നമ്മൾ സാപ്പ് വുഡ് എന്ന് വിളിക്കുന്നു. സാപ്പ് വുഡിന് പുറമെയും ബാർക്കിന്, ഇന്നർ ബാർക്കിന് ഉള്ളിലുമായ പോർഷനെ നമ്മൾ കാമ്പിയം ലെയർ എന്നാണ് വിളിക്കുന്നത്. ഇന്നർ ബാർക്കിന് പുറമെയുള്ള ബാർക്കിനെ നമ്മൾ ഔട്ടർ ബാർക്ക് എന്ന് വിളിക്കുന്നു. പിത്ത് തൊട്ട് കാമ്പിയം ലെയർ വരെ ഒറിജിനേറ്റ് ചെയ്യുന്ന റേസിനെ ആണ് നമ്മൾ മെഡുലറി റേസ് എന്ന് വിളിക്കുന്നത്. നേക്കഡായി കൊണ്ട് കാണാൻ പറ്റുന്ന ടിമ്പറിന്റെ പാർട്സിനെ നമ്മൾ മാക്രോ സ്ട്രക്ചർ എന്നും, സെൽസ് പോലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ, അതായത് ഒരു മൈക്രോസ്കോപ്പിന് അണ്ടറിൽ മാത്രം കാണാൻ പറ്റുന്ന പാർട്സിനെ നമ്മൾ മൈക്രോ സ്ട്രക്ചർ എന്നും വിളിക്കുന്നു. ക്രോസ് സെക്ഷനിലെ പാർട്സ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ട്രീയുടെ സെൻട്രൽ പോർഷൻ അഥവാ കോർ എന്ന് വിളിക്കുന്നത് പിത്ത് അഥവാ മെഡുല്ലയാണ്. പിത്തിന് ചുറ്റുമുള്ള വുഡിനെയാണ് നമ്മൾ ഹാർട്ട് വുഡ് എന്ന് വിളിക്കുന്നത്. ഹാർട്ട് വുഡാണ് ഒരു വുഡിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഒരു വുഡിന് അതിൻ്റെ സ്ട്രെങ്തും റിജിഡിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹാർട്ട് വുഡാണ്. പിത്തിനും ഹാർട്ട് വുഡിനും ട്രീയുടെ ഗ്രോത്തിൽ വലിയ ആക്റ്റീവ് പാർട്ടൊന്നും ഇല്ല. ഹാർട്ട് വുഡിൻ്റെയും കേമ്പിയം ലെയറിൻ്റെയും നടുക്ക് വരുന്ന പോർഷനെയാണ് നമ്മൾ സാപ്പ് വുഡ് അഥവാ ആൽബേണം എന്ന് വിളിക്കുന്നത്. ഈ സാപ്പ് വുഡിലാണ് വാട്ടറിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ട്രീ ഗ്രോ ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രീയുടെ ഗ്രോത്തിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട് ഈ സാപ്പ് വുഡ് വഹിക്കുന്നു. എന്നാൽ സ്ട്രെങ്ത്തിൻ്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ വുഡിന് വലുതായിട്ട് സ്ട്രെങ്ത് ഈ സാപ്പ് വുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്ത ലെയറാണ് കാമ്പിയം ലെയർ. സാപ്പ് വുഡിൻ്റെയും ഇന്നർ ബാർക്കിൻ്റെയും ഇടയ്ക്കുള്ള ലെയറിനെയാണ് നമ്മൾ കാമ്പിയം ലെയർ എന്ന് വിളിക്കുന്നത്. കാമ്പിയം ലെയറിനും ഗ്രോത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത് കാമ്പിയം ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയറാണ്. അതിന് പുറമേ വരുന്ന പോർഷനെയാണ് നമ്മൾ ഔട്ടർ ബാർക്ക് അഥവാ കോട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഔട്ടർ ബാർക്കാണ് ട്രീയുടെ പുറത്തുള്ള കവറിങ്. പിത്ത് തൊട്ട് കേമ്പിയം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തിൻ റേഡിയൽ ഫൈബേഴ്സിനെയാണ് മെഡുലറി റേസ് എന്ന് വിളിക്കുന്നത്. ഈ മെഡുലറി റേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന്, അതായത് വുഡിൻ്റെ സെൻറ്ററിൽ നിന്ന് പെരിഫറി വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസും മറ്റ് ഓർഗാനിക് സബ്സ്റ്റൻസസും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നതാണ്. ടിമ്പറിനെ ഫംഗസിൻ്റെയും ഇൻസെക്ട്സിൻ്റെ ഒക്കെ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പ്രിസർവേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റിൽ ഹൈഡ്രേറ്റഡ് ആർസനിക് പെൻറ്റോക്സൈഡും കോപ്പർ സൾഫേറ്റും പൊട്ടാഷ്യം ഡൈക്രോമേറ്റും ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ട് പൗഡർ ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പൗഡേർഡ് ഫോമിലുള്ള കോമ്പൗണ്ടിനെ കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് ഫോമിലാക്കിയിട്ട് ഈ പ്രിസർവ് ചെയ്യേണ്ട ടിമ്പറിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത്. അടുത്ത മെത്തേഡാണ് കെമിക്കൽ സോൾട്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രിസർവേഷൻ. ഇതിനായിട്ട് കോപ്പർ സൾഫേറ്റ്, മെർക്കുറി ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ് പോലുള്ള ചില സോൾട്സ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ടിമ്പറിൽ അപ്ലൈ ചെയ്യുന്നു. മറ്റൊരു മെത്തേഡാണ് ഹോട്ട് ആയിട്ടുള്ള കോൾ ടാർ ടിമ്പറിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് ക്രിയോസോട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ക്രിയോസോട്ട് ഓയിൽ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ ടാറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ടിമ്പറിന് പുറമെ അപ്ലൈ ചെയ്യുമ്പോഴും അത് പ്രിസർവേഷൻ ഓഫ് ടിമ്പറിനെ ഹെൽപ്പ് ചെയ്യുന്നു. 2-3 കോട്ട് ഓയിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് നമുക്ക് ടിമ്പറിനെ പ്രിസർവ് ചെയ്യാം. ഈ ഓയിൽ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് തന്നെ ടിമ്പറിനെ മോയ്സ്ചറിന്റെ അറ്റാക്കിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്നു.
സൊളിഗ്നം പെയിന്റ് യൂസ് ചെയ്ത് നമുക്ക് ടിമ്പറിനെ പ്രിസർവ് ചെയ്യാം. ഈ സൊളിഗ്നം പെയിന്റ് ഹോട്ട് ആയിരിക്കുമ്പോൾ തന്നെ ഈ ടിമ്പറിന്റെ സർഫസിൽ ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വൈറ്റ് ആൻസ് പോലുള്ള ഇൻസെക്ട്സിന്റെ ഒക്കെ അറ്റാക്കിൽ നിന്നും നമുക്ക് ടിമ്പറിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞ പ്രിസർവേറ്റീവ്സ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ബ്രഷിങ്. ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് എല്ലാം ടിമ്പറിന്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്നു. ടിമ്പറിന്റെ സർഫസിനെ കുറച്ചു നേരം വെറ്റാക്കി വെച്ചതിന് ശേഷം തീ വെച്ച് കത്തിച്ച് ഒരു 15 mm ഡെപ്ത് വരെയൊക്കെ അതിനെ ബേൺ ചെയ്തെടുക്കും. അതിനെയാണ് ചാറിങ് എന്ന് വിളിക്കുന്നത്. ചാറിങ്ങും പ്രിസർവേഷന്റെ ഒരു മെത്തേഡാണ്. വേറൊരു മെത്തേഡാണ് ഡിപ്പിംഗ് ആൻഡ് സ്റ്റീപ്പിംഗ്. ഡിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചു നേരത്തേക്ക് ടിമ്പറിനെ, അതായത് പ്രിസർവ് ചെയ്യേണ്ട ടിമ്പറിനെ നമ്മൾ പ്രിസർവേറ്റീവ്സിനുള്ളിൽ മുക്കിയെടുക്കുന്നു. സ്റ്റീപ്പിംഗ് എന്ന് പറയുന്നത് മണിക്കൂറുകളോ ദിവസങ്ങളോളമോ ഈ ടിമ്പറിനെ നമ്മൾ പ്രിസർവേറ്റീവ്സിനുള്ളിൽ മുക്കി വെക്കുന്നതിനെയാണ് സ്റ്റീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെന്റിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രിസർവേറ്റീവ്സ് നിറച്ചു വെച്ച ടാങ്കിനുള്ളിലേക്ക് ഈ പ്രിസർവ് ചെയ്യേണ്ട ടിമ്പറിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ 85 to 95 ഡിഗ്രി സെൽഷ്യസ് വരെ കൂട്ടുന്നു. ഇങ്ങനെ കുറച്ച് മണിക്കൂറുകൾ വെച്ചതിന് ശേഷം ഈ പ്രിസർവേറ്റീവ്സിനെ കൂൾ ചെയ്യാൻ പെർമിറ്റ് ചെയ്യും. ഇതാണ് ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെന്റിൽ നടക്കുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ് ഇഞ്ചെക്ടിങ് അണ്ടർ പ്രഷർ. പ്രിസർവേറ്റീവ്സിനെ ടിമ്പറിനുള്ളിലേക്ക് വളരെ ഹൈ പ്രഷറിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. പ്രിസർവേറ്റീവ്സിനെ ഹൈ പ്രഷറിൽ ടിമ്പറിന്റെ സർഫസിലോട്ട് സ്പ്രേ ചെയ്യുന്നതാണ് അടുത്ത മെത്തേഡ്. ഇങ്ങനെ ചെയ്യുന്നത് ബ്രഷിങ്ങിനെക്കാട്ടിലും എഫക്റ്റീവാണ്. ടിമ്പറിൽ ഈ പറഞ്ഞ പ്രിസർവേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തതിന് മുന്നേ ആയിട്ട് ടിമ്പറിനെ വെൽ സീസൺ ചെയ്യണം. എന്താണ് ഈ സീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വെട്ടിയ വുഡിന്റെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് അതിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടുക. ഈ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് വിളിക്കുന്നത്. സീസണിങ് തന്നെ 2 രീതിയിൽ ചെയ്യാം, നാച്ചുറൽ സീസണിങ്ങും ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. ഒരു 2 to 4 വർഷം വരെ വുഡിനെ പല സ്റ്റാക്കുകളായിട്ട് അറേഞ്ച് ചെയ്ത് നാച്ചുറലി എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വിടുന്ന പ്രോസസ്സിനെയാണ് നാച്ചുറൽ സീസണിങ് എന്ന് വിളിക്കുന്നത്. ഇത് എയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ എയർ സീസണിങ് എന്നും വിളിക്കുന്നത്. ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് സീസൺ ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ സീസണിങ് മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് കെമിക്കൽ അഥവാ സോൾട്ട് സീസണിങ്ങിൽ. ഈ പ്രോസസ്സിൽ നമ്മൾ ഒരു സ്യൂട്ടബിൾ സോൾട്ട് സൊല്യൂഷനുള്ളിൽ ഈ വുഡിനെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ചെയ്യുന്നു. ഇതാണ് കെമിക്കൽ അഥവാ സോൾട്ട് സീസണിൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൽ വളരെ യൂണിഫോം ആയിട്ട് നമുക്ക് ടിമ്പറിന്റെ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത മെത്തേഡാണ് ബോയിലിംഗ്. ബോയിലിംഗ് വളരെ ക്വിക്ക് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ടിമ്പറിനെ ബോയിലിംഗ് വാട്ടറിനുള്ളിൽ ഒരു 3 to 4 മണിക്കൂർ വരെ ഇമേഴ്സ് ചെയ്ത് വെച്ച് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ചെടുക്കുന്നു. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. ആർട്ടിഫിഷ്യൽ സീസണിംഗ് മെത്തേഡ്സിലെ ഏറ്റവും ക്വിക്ക് ആയിട്ടുള്ള മെത്തേഡാണ് ഇലക്ട്രിക്കൽ സീസണിംഗ്. ഈ മെത്തേഡിൽ ടിമ്പറിനുള്ളിൽ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി AC കറണ്ട് പാസ് ചെയ്യിക്കുന്നു. വുഡിന് കറണ്ടിനോടുള്ള റെസിസ്റ്റൻസ് കൂടുന്തോറും അത്രയും സ്പീഡിൽ തന്നെ മോയ്സ്ചർ ഡ്രൈ ഔട്ട് ആകുന്നു. അടുത്തതാണ് കിൽ സീസണിങ്. 35 to 38 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉള്ള ഒരു എയർ ടൈറ്റ് ചേംബറിൽ കൂടെ ഈ ടിമ്പറിനെ പാസ് ചെയ്യിപ്പിക്കുന്നു. ഇതൊരു ട്രോളി വഴി ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ പാസ് ചെയ്യിപ്പിച്ചു പോകുന്നു. അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ടിമ്പറിലെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവരുന്നു. ഇതിനെയാണ് പ്രോഗ്രസീവ് കിൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരൊറ്റ സ്റ്റേഷനറി റൂമിനുള്ളിൽ തന്നെയാണ് ഈ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതെങ്കിൽ അതിനെ സ്റ്റേഷനറി കിൽ എന്നും വിളിക്കുന്നു. അടുത്ത മെത്തേഡാണ് വാട്ടർ സീസണിങ്. റണ്ണിംഗ് വാട്ടറിൽ ഈ ടിമ്പർ പീസസിനെ പ്ലേസ് ചെയ്യുന്നു, അതും 2 to 4 ആഴ്ച വരെ. ഈ ടൈം പീരീഡിനുള്ളിൽ ഈ ടിമ്പറിലെ സാപ്പ് എല്ലാം വാഷ് ഔട്ട് ആകുന്നു. എന്നിട്ട് ഈ ടിമ്പറിനെ വീണ്ടും എയർ ഡ്രൈ ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടിമ്പറിൽ കണ്ടുവരുന്ന ചില ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് ഇനി ഡിസ്കസ് ചെയ്യാം. ഇത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഡിഫക്ട്സ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നാച്ചുറൽ ഫോഴ്സസ് കൊണ്ട്, ഇൻസെക്റ്റിന്റെ ഫംഗൈയുടെ ഒക്കെ അറ്റാക്ക് കാരണം, സീസണിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും, ഡിഫക്റ്റീവ് കൺവേർഷൻ കാരണം. കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിമ്പറിനെ നമ്മൾ കട്ട് ചെയ്ത് സോ ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസിലേക്ക്, അതായത് കമേഴ്ഷ്യലി റിക്വയർ ചെയ്യുന്ന സൈസിലേക്ക് മാറ്റിയെടുക്കുന്നതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കൺവേർഷൻ പ്രോസസ്സിനുള്ളിലും എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാകുവാണെങ്കിൽ അങ്ങനെയും ടിമ്പറിൽ ഡിഫക്ട്സ് ഉണ്ടാകാം. ഇനി നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് വിൻഡ് ക്രാക്ക്. ഹൈ സ്പീഡിലുള്ള വിൻഡ് അടിക്കുന്നത് കാരണം വുഡിന്റെ എക്സ്റ്റീരിയർ സർഫസ് ഷ്രിങ്ക് ചെയ്ത് ഉള്ളിലോട്ട് ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് വിൻഡ് ക്രാക്സ് എന്ന് വിളിക്കുന്നത്. ടിമ്പറിന്റെ ചെറുപ്പകാലങ്ങളിൽ, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തെങ്കിലും ഇഞ്ചുറി കാരണം വുഡിന്റെ സർഫസിൽ ഉണ്ടാകുന്ന ഇറഗുലർ പ്രൊജക്ഷൻസിനെയാണ് ബേൾസ് എന്ന് വിളിക്കുന്നത്. വുഡിന്റെ ഫൈബേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ക്രാക്സ് ഫോം ചെയ്യുമ്പോൾ അതിനെ ഷേക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഷേക്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ആനുലാർ റിങ്സിൽ ഫോം ചെയ്യുന്ന കേർവ്ഡ് ക്രാക്സിനെ നമ്മൾ കപ്പ് ഷേക്ക് എന്ന് വിളിക്കുന്നു. ഈ കപ്പ് ഷേക്ക് തന്നെ ഒരു ഫുൾ ആനുലാർ റിങ്ങിനെ കവർ ചെയ്യുവാണെങ്കിൽ അതിനെ റിംഗ് ഷേക്ക് എന്ന് വിളിക്കും. പിത്ത് തൊട്ട് സാപ്പ് വുഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്രാക്സ്, അതായത് മെഡുലറി റേസിന്റെ ഡയറക്ഷനിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്രാക്സിനെ നമ്മൾ ഹാർട്ട് ഷേക്ക് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ
ബാർക്ക് തൊട്ട് സാപ്വുഡ് വരെ, ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്ക് ഇതേ ക്രാക്സ്, അതായത് മെഡുലറി റേസിന് പാരലൽ ആയിട്ടുള്ള ക്രാക്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റാർക്ക് ഷേക്ക് എന്ന് വിളിക്കുന്നു. സ്റ്റാർ ഷേക്കും ഹാർട്ട് ഷേക്കും റിംഗ് ഷേക്കും ഒരുമിച്ച് വരുമ്പോൾ അതിനെ റേഡിയൽ ഷേക്ക് എന്നാണ് വിളിക്കുന്നത്. വുഡിൽ എന്തെങ്കിലും പഴയ വൂണ്ടോ ഇഞ്ചറിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സോഫ്റ്റ് ടിഷ്യോ സ്കിന്നോ കവർ ചെയ്ത് ഫോം ചെയ്യും. ഇതിനെയാണ് കാലസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. വുഡിലെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ കാരണം കളർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കെമിക്കൽ സ്റ്റെയിൻ എന്ന് വിളിക്കുന്നു. ഡെഡ് വുഡ് എന്ന് പറയുന്നത് ഒരു ഡെഡ് സ്റ്റാൻഡിംഗ് ട്രീയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത ടിമ്പറാണ്. ഇവ ലൈറ്റ് വെയ്റ്റും റെഡ് കളേർഡും ആയിരിക്കും. വുഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ബ്രാഞ്ചസിന്റെ ബേസിനെയാണ് നോട്ട് എന്ന് വിളിക്കുന്നത്. നോട്ട്സിന്റെ പ്രസൻസ് ടിമ്പറിലെ ഫൈബറിന്റെ കണ്ടിന്യൂവേഷനെ ബ്രേക്ക് ചെയ്യുന്നു. നോട്ട്സ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഡയമീറ്ററിന്റെ ബേസിസിൽ, അതായത് നോട്ട്സിന്റെ വലിപ്പത്തിന്റെ ഡയമീറ്ററിന്റെ ബേസിസിൽ നമുക്ക് നോട്ട്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിൻ നോട്ട് എന്ന് പറയുന്നത് 6.5 mm ഡയമീറ്ററിൽ താഴെയുള്ള നോട്ടുകളാണ്. 6.5 to 20 mm ഡയമീറ്റർ ഉള്ള നോട്ടുകളെ സ്മോൾ നോട്ട് എന്നും 20 to 40 mm ഡയമീറ്റർ ഉള്ള നോട്ടുകളെ മീഡിയം നോട്ട് എന്നും വിളിക്കുന്നു. ഈ 40 mm ഡയമീറ്റർ കൂടുതലാണ് നോട്ടിന്റെ സൈസെങ്കിൽ അതിനെ ലാർജർ നോട്ട് എന്നാണ് വിളിക്കുന്നത്. ടിമ്പറിന് റെഡ് അല്ലെങ്കിൽ യെല്ലോ ടിഞ്ച് അല്ലെങ്കിൽ പിത്തിന് ചുറ്റുമായിട്ട് റെഡിഷ് ബ്രൗൺ സ്റ്റെയിൻസ് ഉണ്ടാകുവാണെങ്കിലാണ് നമ്മൾ ടിമ്പറിന് ഫോക്സിനെസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റ് ഉണ്ടാകാൻ 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണമാണ് പുവർ വെന്റിലേഷൻ ഡ്യൂറിങ് സ്റ്റോറേജ്. വുഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്തുള്ള പുവർ വെന്റിലേഷൻ കാരണം ഫോക്സിനെസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റി കാരണം ഡീകെ ഇനിഷ്യേറ്റ് ചെയ്യുവാണെങ്കിലും ഫോക്സിനെസ് കണ്ടുവരാറുണ്ട്. ചതുപ്പ് നിലത്തിൽ വളരുന്ന ട്രീസിനും ഈ ഫോക്സിനെസ് കണ്ടുവരുന്നു. ഡ്രക്സിനസ് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ടിമ്പറിന് പുറമെയായിട്ട് ടോപ്പ് സർഫസിൽ വൈറ്റ് കളറിലെ സ്പോട്ട്സ് ഉണ്ടാകുന്നു. ഈ സ്പോട്ട്സ് വഴി ഫംഗസിന് ടിമ്പറിനുള്ളിലേക്ക് കടക്കാനുള്ള ആക്സസ് കിട്ടുന്നു. ബ്രാഞ്ചസ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാത്തത് കൊണ്ട് ട്രീയുടെ സർഫസിൽ ഉണ്ടാകുന്ന ഇംപ്രോപ്പർ സ്വെല്ലിങ്സിനെയാണ് റിൻഡ് ഗാൽസ് എന്ന് വിളിക്കുന്നത്. വളരെ സ്പീഡിൽ ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ എഫക്റ്റ് കാരണം ഇളം മരങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്തു പോകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് അഥവാ വാണ്ടറിംഗ് ഹാർട്സ് എന്ന് വിളിക്കുന്നത്. കംപ്രഷൻ കാരണമോ ക്രഷിംഗ് കാരണമോ ഈ വുഡിന്റെ ഫൈബേഴ്സിനൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇഞ്ചറി ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ അപ്സെറ്റ്സ് അഥവാ റപ്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വാട്ടറുമായുള്ള കോൺടാക്ട് കാരണം ടിമ്പർ ഡിസ്കളേർഡ് ആവുകയാണെങ്കിൽ ഇതിനെ വാട്ടർ സ്റ്റെയിൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ഡിഫക്റ്റ് ആണ് കോഴ്സ് ഗ്രെയിൻ. വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ട്രീയുടെ ആനുവൽ റിങ്സ് തമ്മിൽ വളരെ വൈഡൻഡ് ആയിരിക്കും. ഇതിനെയാണ് കോഴ്സ് ഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ ട്രീസിന് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഇനി ഫംഗൈ കാരണമുള്ള ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഡിഫക്റ്റ് ആണ് ഡ്രൈ റോട്ട്. ഫംഗസിന്റെ അറ്റാക്ക് കാരണം വുഡ് ക്രാക്കായി ഡ്രൈ ആയി പൗഡർ ഫോമിലാവുന്നതിനെയാണ് ഡ്രൈ റോട്ട് എന്ന് വിളിക്കുന്നത്. വെറ്റ് റോട്ട് എന്ന് പറയുന്നത് വുഡിന്റെ കെമിക്കൽ ഡീകമ്പോസിഷൻ കാരണം ടിമ്പർ ഗ്രേയിഷ് ബ്രൗൺ പൗഡർ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് വെറ്റ് റോട്ട് എന്ന് വിളിക്കുന്നത്. ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കണ്ടീഷൻ കൊണ്ടാണ് ഈ വെറ്റ് റോട്ട് കൂടുതലും ഡെവലപ്പ് ചെയ്യുന്നത്. ഫംഗസിന്റെ അറ്റാക്ക് കാരണം വുഡിന്റെ സെല്ലുലോസ് കോമ്പൗണ്ട്സിന് ഡാമേജ് വരുമ്പോൾ വുഡ് ഡീകേ ആയി ഒരു ബ്രൗൺ കളർ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് ബ്രൗൺ റോട്ട് എന്ന് വിളിക്കുന്നത്. ട്രീസിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ സെൽ വാളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഓർഗാനിക് പോളിമറാണ് ലിഗ്നിൻ. ഈ ലിഗ്നിനെ ഫംഗസ് അറ്റാക്ക് ചെയ്യുമ്പോൾ വുഡ് ഒരു വൈറ്റ് കളേർഡ് മാസ് ആയിട്ട് മാറുന്നു. ഇങ്ങനത്തെ ഡീകേയാണ് നമ്മൾ വൈറ്റ് റോട്ട് എന്ന് വിളിക്കുന്നത്. വുഡിന്റെ സാപ്പ് ബ്ലൂയിഷ് കളറായിട്ട് മാറുമ്പോൾ അതിനെ ബ്ലൂ സ്റ്റെയിൻ എന്നാണ് വിളിക്കുന്നത്. ഇംപ്രോപ്പർ പ്രൂണിങ്ങോ ഫയർ ഡാമേജോ ഇൻസെക്ട്സോ ഒക്കെ കാരണം ബെയർ വുഡ് എക്സ്പോസ്ഡ് ആകുവാണെങ്കിൽ അതുവഴി ഫംഗസ് അറ്റാക്ക് ഉണ്ടായി ഈ ടിമ്പറിന്റെ സെൻട്രൽ പോർഷൻ, അതായത് ട്രങ്കിന്റെ സെന്റർ പോർഷൻ ഡീകേ ആയി പോകുമ്പോൾ അതിനെ ഹാർട്ട് റോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനത്തെ ട്രീയിൽ നമ്മളൊരു ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോളോ സൗണ്ട് ഇത് പുറപ്പെടുവിക്കും. അടുത്ത ഡിഫക്റ്റ് ആണ് സാപ്പ് സ്റ്റെയിൻ. ട്രീയുടെ സാപ്പിന്റെ കളർ ലൂസ് ആവുന്നു, അതായത് ഫംഗസിന്റെ അറ്റാക്ക് കാരണം ഫംഗസ് ഈ സാപ്പിലെ ഫീഡ് ചെയ്ത് അതിന്റെ കളർ ലൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ സാപ്പ് സ്റ്റെയിൻ എന്നാണ് വിളിക്കുന്നത്. ഇനിയും സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിമ്പറിന്റെ ലെങ്ത്തിൽ ഉണ്ടാകുന്ന കർവേച്ചറിനെയാണ് ബോ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കർവേച്ചർ ടിമ്പറിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്നെങ്കിൽ അതിനെ കപ്പ് എന്ന് വിളിക്കുന്നു. ഫൈബേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കുന്ന ക്രാക്സിനെ ചെക്ക് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇതേ ക്രാക്സ് തന്നെ ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് എന്നാണ് വിളിക്കുന്നത്. ടിമ്പർ നമ്മൾ സീസൺ ചെയ്യുമ്പോൾ ഹാർട്ട് വുഡിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സസ് കാരണം ഉണ്ടാവുന്ന റേഡിയൽ ആൻഡ് സർക്കുലർ ക്രാക്സിനെയാണ് നമ്മൾ ഹണി കോമ്പിംഗ് എന്ന് വിളിക്കുന്നത്. ടിമ്പറിന് ഡ്രൈ ആവാനുള്ള സഫീഷ്യന്റ് ടൈം കിട്ടാതെ വരുമ്പോൾ പുറമേയുള്ള സർഫസ് ഡ്രൈ ആവുകയും ഉള്ളിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് വിളിക്കുന്നത്. ടിമ്പർ സീസൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഡൈമെൻഷൻ കുറയുക, അതായത് ഷ്രിങ്കേജ് ഉണ്ടാവുന്നതിനെയാണ് കൊളാപ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്നത് ടിമ്പറിന്റെ ഫൈബർ സെൽസ് നശിച്ചു പോകുന്നതുകൊണ്ടാണ്. അടുത്ത ഡിഫക്റ്റ് ആണ് വാർപ്പിംഗ് അഥവാ ട്വിസ്റ്റിംഗ്.
ഒരു ടിമ്പർ ബോർഡിന്റെ രണ്ട് എൻഡ്സ്, അതായത് ഓപ്പോസിറ്റ് എൻഡ്സ് തമ്മിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് അതിനെ വാർപ്പിംഗ് അഥവാ ട്വിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നത് ഇന്റർലോക്കിംഗ് ഗ്രെയിൻസിന്റെ ഷ്രിങ്കേജ് കാരണമാണ്. അടുത്തതായി ടിമ്പറിന്റെ ചില മാർക്കറ്റ് ഫോംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതായത് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ടിമ്പറിന്റെ 10 ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ലോഗ്. ഒരു ട്രീ മുറിച്ചതിന് ശേഷം അതിന്റെ ബ്രാഞ്ചസ് എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ട്രങ്ക് മാത്രമായിട്ടുള്ള പോർഷനെ ലോഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ലോഗിനെ നമുക്ക് റിക്വയർ ചെയ്യുന്ന മറ്റു ഫോംസിലേക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത ടേമാണ് ബാൾക്ക്. ടിമ്പറിന്റെ സാപ്പ് വുഡും ബാർക്കും റിമൂവ് ചെയ്തതിനു ശേഷം അതിനെ റഫ്ലി സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കുമ്പോഴാണ് അതിനെ ബാൾക്ക് എന്ന് വിളിക്കുന്നത്. ബാക്കിന്റെ ജനറൽ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 50 mm by 50 mm കൂടുതലും ലെങ്ത് 200 mm കൂടുതലും ആയിരിക്കും. അടുത്ത ടേമാണ് ബാറ്റൺ. ടിമ്പറിനെ നമ്മൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ വെട്ടിയെടുക്കുമ്പോഴാണ് ബാറ്റൺ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ തിക്നെസ്സും ബ്രെത്തും 50 mm എക്സീഡ് ചെയ്യാറില്ല. പ്ലാങ്ക് എന്ന് വിളിക്കുന്നത് ടിമ്പറിന്റെ തിക്നെസ് 50 mm കുറവും ബ്രെഡ്ത്ത് 50 mm കൂടുതലും ആകുമ്പോഴാണ്. ടിമ്പർ പീസിന്റെ തിക്നെസ് 50 mm താഴെയും വിഡ്ത്ത് 150 mm കൂടുതലാവുമ്പോഴാണ് അതിനെ ബോർഡ് എന്ന് വിളിക്കുന്നത്. പോൾ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ടിമ്പറിന്റെ ലോങ് പീസാണ്. ഇതിന്റെ മാക്സിമം ഡയമീറ്റർ 200 mm വരെ പോകാം. ഇതിനെ സ്പാർ എന്നും വിളിക്കാറുണ്ട്. ഡീൽ എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡ് ലോഗിന്റെ ഒരു കൺവേർട്ടഡ് ഫോം ആണ്. ഇത് യൂഷ്വലി റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലായിരിക്കും. ഇതിന്റെ തിക്നെസ് 50 mm തൊട്ട് 100 mm വരെ വേരി ചെയ്യും. വിഡ്ത്ത് ആകട്ടെ 250 mm വരെ പോകാം. ടിമ്പറിന്റെ സ്ക്വയർ പീസസിനെ ക്വാർട്ടറിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ പേര് കൊടുക്കുന്നത് ഇതിന്റെ ലെങ്ത് 50 mm തൊട്ട് 150 mm വരെ വേരി ചെയ്യുമ്പോഴാണ്. അടുത്ത ടേമാണ് സ്കാൻഡലിംഗ്. ടിമ്പറിന്റെ നോൺ സ്റ്റാൻഡേർഡ് സൈസിലുള്ള പീസസിനെയാണ് സ്കാൻഡലിങ്സ് എന്ന് വിളിക്കുന്നത്. ഇത് യൂഷ്വലി വർക്കിനനുസരിച്ച് ആവശ്യമായ സൈസിലേക്ക് ടിമ്പറിനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഈ പേര് വെച്ച് വിളിക്കുന്നത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയും റിക്വയർമെന്റ് അനുസരിച്ച് മാറാം. ബട്ട് ജനറലി ഒരു 200 mm താഴെയുള്ള ലെങ്ത് ഉള്ള പീസുകളെ സ്കാൻഡലിംഗ് എന്ന പേര് കൊണ്ട് വിളിക്കാറുള്ളൂ. ലാസ്റ്റ് ടേമാണ് എൻസ്. ബാറ്റന്റെയും ഡീൽസിന്റെയും സ്കാൻഡലിങ്സിന്റെയും പോൾസിന്റെയും ക്വാർട്ടറിംഗിന്റെയും ഒക്കെ ഷോർട്ട് പീസസിനെയാണ് എൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായി ടിമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രഗ്ഡ് ടിമ്പർ എന്ന് പറയുന്നത് ടിമ്പറിനെ തന്നെ ഫുള്ളിയോ പാർഷ്യലിയോ റെസിൻ വെച്ച് കവർ ചെയ്തെടുക്കുമ്പോഴാണ്. കംപ്രഗ്ഡ് ടിമ്പർ എന്ന് പറയുന്നത് ഇംപ്രഗ്ഡ് ടിമ്പർ കൂട്ട് തന്നെ റെസിൻ വെച്ച് തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിലും ഈ റെസിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫൈബർ ബോർഡ് എന്ന് പറയുന്നത് വുഡിന്റെ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയർഡ് വുഡ് പ്രോഡക്റ്റ് ആണ്. ഇതിനെ പ്രസ്ഡ് വുഡ് എന്നും വിളിക്കാറുണ്ട്. അടുത്ത ടേമാണ് വിനീർസ്. വുഡിന്റെ ഒരു തിൻ സ്ലൈസിനെയാണ് വിനീർ എന്ന് വിളിക്കുന്നത്. 3 അതിലധികമോ വിനീർസിനെ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് അതിനെ പ്ലൈവുഡ് എന്ന് വിളിക്കുന്നത്. അടുത്തതായി ഈ ടോപ്പിക്കിലെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. വുഡിന്റെ ഗ്രെയിൻസിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് വുഡ് ഏറ്റവും സ്ട്രോങ്. വെൽ സീസൺഡ് ആയിട്ടുള്ള ടിമ്പറിന്റെ മോയ്സ്ചർ കണ്ടന്റ് 8 to 12% ആണ്. ടിമ്പറിനായിട്ട് യൂസ് ചെയ്യേണ്ട മരങ്ങൾ വെട്ടാനുള്ള പെർഫെക്റ്റ് ഏജ് 50 to 100 years ആണ്. സ്ലീപ്പറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല വുഡ് ടീക്ക് ആണ്. വുഡ് പൾപ്പ് യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടിമ്പർ ആണ് ഹാർഡ് ബോർഡ്. ഇത് യൂഷ്വലി 3 mm തിക്ക് ആയിരിക്കും. ഇതിന്റെ ഫേസ് സർഫസ് സ്മൂത്തും ബാക്ക് സർഫസ് ഹാർഡുമായിരിക്കും. ഇനി ടിമ്പറിനെ സീസണിങ്ങിന്റെ ടൈമിൽ അതിലുണ്ടാകാവുന്ന ഡിഫെക്ട്സിന്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറയുന്നത് സീസണിങ് ചെയ്യാൻ നേരം വലിയ ഡിഫെക്ട്സോ ബ്രേക്കേജോ ക്രാക്സോ ഒന്നും വീഴാതെ തന്നെ, അതായത് വലിയ ട്രബിൾ ഒന്നും ഇല്ലാതെ സീസൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിമ്പറിനെയാണ് നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്ന് വിളിക്കുന്നത്. മോഡറേറ്റ്ലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് വിളിക്കുന്നത് സീസണിങ്ങിന്റെ സമയത്ത് സ്പ്ലിറ്റ് ആകാനും ക്രാക്സ് വീഴാനുമുള്ള ടെൻഡൻസി ഉള്ള ടൈപ്പ് ഓഫ് ടിമ്പർ ആണ്. ഹൈലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറയുന്നത് സീസണിങ്ങിന്റെ ടൈമിൽ സിവിയർലി ഡാമേജ്ഡ് ആകാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ടിമ്പർ ആണ്. ഇതോടുകൂടി നമ്മുടെ ടിമ്പർ എന്ന ടോപ്പിക്ക് തീർന്നിരിക്കുന്നു. താങ്ക് യു.